വൃത്തിയും വെടുപ്പും ഒക്കെ നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിന്റെയും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അല്ലെ. നമ്മളൊക്കെ നമ്മുടെ വീട് ദിവസം അടിച്ചൊരു തുടയ്ക്കും, അടുക്കി പെറുക്കിക്കും. പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? മാസത്തിൽ 1-2 തവണയെങ്കിലും വീടൊക്കെ ഒന്ന് അടുക്കി പെറുക്കി ചുറ്റുപാടൊക്കെ ഒന്ന് അടിച്ചു തഴിച്ച് നേരെയാക്കിയിട്ടില്ലെങ്കിൽ വീടും കൂടിയൊക്കെ ആകെ മോശമാവും. സത്യം പറഞ്ഞാൽ ഞാൻ ആഴ്ചയിലൊന്നും അങ്ങനെ അടുക്കി പെറുക്കി വൃത്തിയാക്കലില്ല. എന്തെങ്കിലുമൊക്കെ വിശേഷം ഉണ്ടാവുമ്പോ ഒന്നിച്ചങ്ങടെ നേരേക്കും. അല്ലാത്തുമ്പോ മാസത്തിലാണ് എല്ലായിടും തട്ടിക്കൊട്ടി നേരേക്കല്. അതായത് കിച്ചൺ ആദ്യം എടുക്കും, എന്നിട്ട് ഡപ്പകളെല്ലാം എടുത്ത് കഴുകാനുള്ളത് കഴുകും, തുടയ്ക്കാനുള്ളത് തുടയ്ക്കും, കൂടുകളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കും. പിന്നെ മാറാലൊക്കെ തട്ടി അടിച്ചൊരു തുടച്ച് നീറ്റാക്കും. പിന്നെ ഒരു ദിവസം റൂം, ഒരു ദിവസം കോലായി. പണ്ടാണ് ഒന്നിച്ചാണ് അധികവും ചെയ്തിരുന്നത്. ഒന്നിച്ച് ചെയ്യാൻ സമയം ഒരുപാടാവും. പിന്നെ ഒന്നിച്ച് ചെയ്യാനുള്ള ഒരു കള്ളമടി കൊണ്ട് കുറേശ്ശെ ഏരിയയാണ് ക്ലീൻ ചെയ്ത് എടുക്കാറ് കേട്ടോ. ഇന്നത്തെ ദിവസം നമ്മൾ കിച്ചണാണ് ക്ലീൻ ചെയ്യാൻ പോണത്. ആദ്യം തന്നെ ഞാൻ ഡപ്പകളും കൂടുകളൊക്കെ പുറത്തോട്ട് വെച്ചു. എല്ലാ ഡപ്പകളും തുടച്ച് വൃത്തിയാക്കി മൊത്തത്തിൽ ഇതുപോലെ അടിച്ചു തളിച്ച് വൃത്തി മെനയൊക്കെ ആക്കിയിട്ടിട്ടുണ്ട്. വീടും നമ്മുടെ പരിസരവും മാത്രമല്ലല്ലോ വൃത്തി മെനയാക്കി സൂക്ഷിക്കേണ്ടത്. അതുപോലെ തന്നെ അതിനപ്പുറം പ്രാധാന്യമുള്ളതാണ് നമ്മുടെ ശരീരത്തിന്റെ വൃത്തിയും ശുദ്ധിയില്ലേ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ നിൽക്കുന്നൊരു പ്രൊഡക്റ്റ് കാണിച്ചു തരുന്നുണ്ട്. എപ്പോഴത്തെയും പോലെ എവർടീൻ പ്രൊഡക്റ്റ് ആണ്. എവർടീനിന്റെ ബിക്കിനി ലൈൻ ഹെയർ റിമൂവർ ക്രീം. എവർടീനിന്റെ പ്രൊഡക്റ്റുകൾ ഞാൻ കുറെ കാലങ്ങളായിട്ട് ഉപയോഗിക്കാറുള്ളതാണ്. ഞാൻ മാത്രമല്ല കേട്ടോ, ഇപ്പൊ ഫാമിലിയിൽ അധികം എല്ലാവരും എവർടീൻ പ്രൊഡക്ട്സ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. എവർടീൻ ബിക്കിനി ലൈൻ ഹെയർ റിമൂവർ ക്രീം കക്ഷത്തുള്ള രോമങ്ങളും അതുപോലെ ബിക്കിനി ലൈനിലുള്ള രോമങ്ങളും റിമൂവ് ആക്കാൻ വേണ്ടിയിട്ട് ഉള്ളതാണ് കേട്ടോ. അപ്പൊ അത് ആ ഏരിയാസിൽ തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ അത്തരം ഏരിയകൾ എപ്പോഴും മൃദുവായ സ്കിന്നായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അങ്ങോട്ടത്തേക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഇതുപോലുള്ള ക്രീമുകളാണ് ഉപയോഗിക്കേണ്ടത്. ഇത്തരം ക്രീം യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഒരു സ്കിന്നില് ഇറേസർ മുഴകള്, അതുപോലെ ചിലപ്പോ ചില ക്രീം യൂസ് ചെയ്യുമ്പോഴും ചില രീതിയിൽ ഹെയർ റിമൂവ് ചെയ്യുമ്പോഴും പൊള്ളൊക്കെ ചെയ്യും ചിലർക്ക്. അപ്പൊ അത്തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. ചർമ്മം പ്രത്യേകമായിട്ട് എടുത്ത് കറുത്ത നിറത്തിൽ കാണിക്കുക അങ്ങനെയൊന്നും ചെയ്യില്ല. ഈ ഒരു ഹെയർ റിമൂവ് ആകുമ്പോഴത്തേക്കും ആ സ്കിന്ന് നല്ല സോഫ്റ്റ് ആവുകയും അതുപോലെ നല്ല നമ്മുടെ ഉള്ള നിറത്തിനേക്കാൾ ഒരു ഇച്ചിരി കൂടെ നിറമൊക്കെ കൂടിയതായിട്ട് നമുക്ക് ഫീൽ ആവുകയും ചെയ്യും. അപ്പൊ ഞാൻ നിങ്ങൾക്ക് എവർടീൻ ബിക്കിനി ലൈൻ ഹെയർ റിമൂവർ ക്രീം യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് കാണിച്ചു തരാന്ന് ഓർത്തു. ഈ ക്രീം നമ്മുടെ മേല് പുരട്ടി നമ്മുടെ സ്കിന്നിൽ നിന്ന് ഹെയർ റിമൂവ് ആക്കാൻ എളുപ്പത്തിനായിട്ട് അവരൊരു സ്പാറ്റുലയും അതുപോലെ 2 ടിഷ്യൂ ഗുളികകളും ഇതിന്റെ കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ടിഷ്യൂ ഗുളിക കുറച്ച് വെള്ളത്തിൽ അങ്ങ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി കഴിയുമ്പോഴത്തേക്കും ഇത് വലിയ ടിഷ്യൂ പേപ്പറായി കിട്ടും. ഹെയർ റിമൂവ് ആക്കാൻ നമുക്ക് ഏതാണ് കൂടുതൽ നല്ലതെന്ന് തോന്നുകയാണെങ്കിൽ അപ്പൊ അത് ഉപയോഗിച്ചിട്ട് ആ ഒരു ഹെയർ ഒക്കെ നമുക്ക് റിമൂവ് ആക്കാം. അതുപോലെ തന്നെ ഈ ഒരു പേപ്പറിൽ എവർടീന്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ എഴുതിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതെല്ലാം വായിച്ച് കൃത്യമായി മനസ്സിലാക്കാവുന്നതാണ് കാര്യങ്ങളൊക്കെ. അപ്പൊ ഇനി നമുക്കിപ്പോ തൽക്കാലം നമ്മുടെ കാലിന്ന് കുറച്ച് ഹെയർ റിമൂവ് ആക്കുന്നതായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവൂലോ എത്ര പെട്ടെന്നാണ് ഹെയർ റിമൂവ് ആക്കുന്നതെന്നുള്ളത്. ഇത് ശരീരത്തിന്റെ മുഴുവൻ ഭാഗത്തെയും ഹെയർ റിമൂവ് ആക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റ് അല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ബിക്കിനി ലൈനിലെയും അതുപോലെ നമ്മുടെ കക്ഷത്തുള്ള ഏറ്റവും സോഫ്റ്റ് ആയ സ്കിന്നിലുള്ള ഹെയറുകൾ റിമൂവ് ആക്കാൻ വേണ്ടിയിട്ടാണ് എവർടീൻ ബിക്കിനി ലൈൻ ഹെയർ റിമൂവർ ക്രീം റെഡിയാക്കിയിട്ടുള്ളത്. നോക്കിയ ഈ ടിഷ്യൂ ഗുളിക വലുതായി വലിയൊരു ടിഷ്യൂ പേപ്പർ ആയിട്ടുണ്ട് കേട്ടോ. വെള്ളത്തിലിട്ട ആ ഒരു ഈർപ്പൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ക്രീം തേച്ച് ഹെയർ റിമൂവ് ആയി കഴിഞ്ഞാൽ ജസ്റ്റ് ഇത് വെച്ചിട്ടൊന്ന് തുടച്ചെടുത്താൽ തന്നെ ആ ഹെയർ മൊത്തത്തിൽ പൊക്കോളും. ഇനിയിപ്പോ അങ്ങനെയല്ല, എനിക്ക് ആ ഒരു പാച്ചുല വെച്ചിട്ട് ജസ്റ്റ് വലിച്ചെടുക്കണം എന്നാണേൽ അങ്ങനെയും ചെയ്യാം. ഞാൻ ജസ്റ്റ് അത് വെള്ളത്തിലിട്ട് വെച്ച് അത് വലിപ്പം വെച്ചത് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നേ. അപ്പൊ ഞാൻ എന്റെ കാലിലിതാ ഇത്രയും ഹെയർ ഉണ്ട്. അപ്പൊ അതിന്റെ ചെറിയൊരു പോർഷൻ മാത്രം ഞാൻ ഈ ക്രീം ഒന്ന് തേച്ചിട്ട് അത് വലിച്ചെടുത്ത് ആ ഒരു രണ്ടിന്റെയും ഡിഫറൻസ് നിങ്ങളെ കാണിക്കാൻ പോവുകയാണ്. എവർടീനിന്റെ ബിക്കിനി ലൈൻ ഹെയർ റിമൂവർ ക്രീമിന് ഒരുമാതിരി രൂക്ഷ ഗന്ധമൊന്നും ഇല്ല കേട്ടോ. സാധാരണ ഇതുപോലെ ഹെയർ റിമൂവ് ചെയ്യുന്ന ക്രീമൊക്കെ ഭയങ്കര ബാഡ് സ്മെല്ലായിരിക്കും. ഇതങ്ങനെ ഒത്തിരി ഒന്നും എടുക്കണ്ട, അത്യാവശ്യത്തിന് എടുത്തിട്ട് എവിടെയാണോ ഹെയർ അധികം ഉള്ള വെച്ചാല് റിമൂവ് ആക്കണ്ട വെച്ചാല് ആ ഒരു ഏരിയയിൽ എന്ത് ചെയ്യുക, ഈ ഒരു ഇത് വെച്ചിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യാം. അല്ല ഇനിയിപ്പോ നമ്മുടെ കയ്യിലൊന്നും ആയിന്ന് കരുതിയിട്ടും പ്രശ്നമൊന്നുമില്ല. അപ്പൊ ആ ഒരു ഏരിയയിൽ നല്ല രീതിയിൽ ഹെയറിൽ തട്ടുന്ന വിധത്തിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക.
അത്രേ വേണ്ടുള്ളൂ. ഇതുപോലെ കട്ടിക്കിട്ടിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. നല്ലോണം തിക്കില് അങ്ങനെ വേണമെന്നൊന്നുമില്ല. ഞാനിപ്പോ അങ്ങനെ തേച്ചപ്പോ അങ്ങനെ കട്ടിക്കായി പോയേ ഉള്ളൂ. കാല് മൊത്തം അല്ല ചെയ്യുന്നത്. ആ ഒരു ഞാനിപ്പോ ഈ ക്രീം തേച്ചിട്ടില്ലേ ഒരു ഏരിയന്ന് മാത്രമായിരിക്കും ഹെയർ റിമൂവ് ആയി പോവുക. ബാക്കിയുള്ളടത്തൊന്നും പോവില്ല. നമുക്ക് കാലിൽ തേക്കുന്നതും കയ്യിൽ തേക്കുന്നതും ആയിട്ടുള്ള ക്രീം വേറെ ഉണ്ട്. ഈ ക്രീം എളുപ്പത്തിൽ ഉപയോഗിക്കാനായിട്ട് നമുക്ക് ഈ സ്പാറ്റുലയും അതുപോലെ അത് പെട്ടെന്ന് ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് ടിഷ്യൂ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ടിഷ്യൂ വേണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഇത്തിരി വെള്ളത്തിലൊന്ന് ഇട്ടേക്കണമെന്നേ ഉള്ളൂ. പിന്നെ നമ്മളെ കയ്യിലൊന്നും ആവാണ്ട് ഇതും വെച്ചിട്ട് തന്നെ നമുക്ക് തേക്കാനും പറ്റും. ഇതും വെച്ചിട്ട് തന്നെ നമുക്ക് ഇത് ക്ലീൻ ചെയ്യാനും പറ്റും. ഈ ഒരു ഹെയർ ഇങ്ങനെ വലിച്ച് എടുക്കാനും പറ്റും. അപ്പൊ നമ്മളിതാ ക്രീമെല്ലാം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇത്തിരി നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പൊ മാത്രമാണ് അത് അവിടെ നിന്ന് നന്നായിട്ട് അങ്ങ് പറഞ്ഞു പോരുള്ളൂ. അത്ര അധികം നേരം ഒന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. വെറും 5 മിനിറ്റ് ആണ് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടുള്ളൂ. ആ ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ ഹെയർ ഒക്കെ അവിടുന്ന് റിമൂവ് ആക്കി വൃത്തിയാക്കി കളയാൻ പറ്റും. ഹെയർ എല്ലാം അവിടുന്ന് അങ്ങനെ പോയി കഴിഞ്ഞാല് ആ ഒരു ചർമ്മം നല്ല മിനുസമുള്ളതും ഭംഗിയും വൃത്തിയും ഒക്കെ ഉള്ളതും ആവുകയും ചെയ്യും. അപ്പൊ നമുക്ക് ഇനി കുറച്ചു നേരം എന്തായാലും വെയിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എവർടീൻ ബിക്കിനി ലൈൻ ഹെയർ റിമൂവർ ക്രീമില് നമ്മുടെ ചർമ്മത്തിന് ആശ്വാസം നൽകാനായിട്ട് ചെമോമൈൽ സത്ത് കൊണ്ട് സമ്പുഷ്ടമാണ് കേട്ടോ. അപ്പൊ ഇത്രയെല്ലാം കാര്യങ്ങളില്ല. ഈ ഒരു എവർടീൻ ബിക്കിനി ലൈൻ ഹെയർ റിമൂവർ ക്രീം നിങ്ങൾക്കും ആവശ്യമാണെങ്കിൽ, നിങ്ങൾക്കും വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ തന്നെ ഞാൻ ഈ പ്രൊഡക്റ്റ് ടാഗ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ പോയിട്ട് തന്നെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇത് നോക്കിയേ, ഇപ്പൊ ആ ഒരു ക്രീമെല്ലാം ഹെയറിനൊക്കെ നല്ല രീതിയിൽ ഇളക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വെച്ച് ഇങ്ങനെ വലിച്ചെടുക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവുണ്ടല്ലോ അല്ലെ. നമ്മൾ ആ ഒരു തേച്ച ഭാഗത്തെ ഹെയറൊക്കെ ഇതുപോലെ റിമൂവ് ആയിട്ടുണ്ട്. അത് കണ്ടോ? ഏറ്റവും അവസാനം ഇങ്ങനെ ടിഷ്യൂ പേപ്പർ വെച്ച് ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്തിയാണ്. കാല് മുഴുക്കൻ ചെയ്തിരിക്കുകയല്ല, ഒരു ചെറിയ പോർഷൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ അങ്ങനെ തേച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഒരു ഏരിയ നല്ലോണം നല്ല രീതിയിൽ മിനുസമുള്ളതും നല്ല വൃത്തിയുള്ളതും ഭംഗിയുള്ളതും ഒക്കെ ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയ ഒരു പ്രൊഡക്റ്റ് ആണ് ഇത് കേട്ടോ. അതായത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കും ഒക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. ഈ ഒരു ട്യൂബ് ഉണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി നാളത്തേക്ക് യൂസ് ആക്കാനും മാത്രം ക്രീം അത്രയും ക്വാണ്ടിറ്റി അതിൻ്റെ ഉള്ളിൽ ഉണ്ട് താനും. അപ്പൊ ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ്, യൂസ്ഫുൾ പ്രൊഡക്റ്റ് ആണ് എവർടീൻ നൽകുന്ന ബിക്കിനി ലൈൻ ഹെയർ റിമൂവർ ക്രീം. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് മേടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോയിൽ തന്നെ ഞാൻ പ്രൊഡക്റ്റ് ടാഗ് ആക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ടാഗ് ചെയ്തിട്ടില്ല ആ ഒരു പ്രൊഡക്റ്റിൽ പോയി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കും ഈ പ്രൊഡക്റ്റ് മേടിക്കാവുന്നതാണ്. പ്രൊഡക്റ്റിന്റെ റേറ്റും മറ്റു ഡീറ്റെയിൽസും ഒക്കെ കിട്ടുന്നതുമാണ്. അപ്പൊ അത്രേ ഉള്ളൂ. എവർടീൻ്റെ തന്നെ വേറെയും ഒത്തിരി പ്രൊഡക്റ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും അടുത്തടുത്ത വീഡിയോകളിലായിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ടാറ്റ ബൈ ബൈ. അപ്പം നിങ്ങൾ ഈ പ്രൊഡക്റ്റ് എല്ലാം മേടിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എങ്ങനെയുണ്ട് എന്നുള്ള നിങ്ങളുടെ അഭിപ്രായമൊക്കെ ജസ്റ്റ് നമ്മളുടെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കൊടുക്കൂ കേട്ടോ. അപ്പോൾ ഒത്തിരി പേരത് കാണുമ്പോഴത്തേക്കും അവർക്ക് മനസ്സിലാവുമല്ലോ ഇതിൻ്റെ ഉപയോഗവും ഉപകാരമൊക്കെ എത്രത്തോളം ഉണ്ട് എന്നുള്ളത്.